ദൈവനാഥത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി നമുക്ക് നൽകിയിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പഴയതിൽ നിന്ന് പുതിയത് എന്നുള്ളതാണ്. ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. റോമർക്കെഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നു. അതെ, നാം ഇന്നത്തെ ലോകത്ത് നാം നോക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് പഴയതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പഴയ വസ്തുക്കൾ, പുതിയ വസ്തുക്കൾ, അതുപോലെ തന്നെ നന്മ ഉള്ളത് അല്ലെങ്കിൽ നല്ലത്, തിന്മയുള്ളത് അല്ലെങ്കിൽ ചീത്തയായിട്ടുള്ളത്, അങ്ങനെ നിരവധി തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ലോകത്ത് കാണാൻ സാധിക്കുന്നു. അപ്രകാരം നാം ഒരു വാഹനത്തെ കുറിച്ച് ചിന്തിക്കുകയാണ് എങ്കിൽ ഒരു പുതിയ വാഹനവും പഴയ വാഹനവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് നിരവധി വ്യത്യാസങ്ങൾ അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അതായത് ഒരു പുതിയ വാഹനത്തെ സംബന്ധിച്ച് നാം നോക്കുമ്പോൾ ആ ഒരു പുതിയ വാഹനത്തിന് നിരവധി പുതിയ സവിശേഷതകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതായത് അതിന്റെ ഭംഗി, അതുപോലെ തന്നെ അതിന് പ്രവർത്തിക്കാനുള്ള പ്രവർത്തനക്ഷമത, അതെല്ലാം വളരെ കാര്യക്ഷമമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ വർഷങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് ആ ഒരു വാഹനം പഴയതായിട്ട് മാറുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഴയ ഒരു അവസ്ഥയിലായിട്ട് കടന്നു പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതായത് അതിന്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞു വരുന്നു, അതുപോലെ തന്നെ അതിന്റെ ഭംഗി കുറയുന്നു. അതിന്റെ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും, ആ പുതിയൊരു അവസ്ഥയിൽ ഉണ്ടായിരുന്ന എല്ലാ ഗുണങ്ങളും പഴയൊരവസ്ഥയിലോട്ട് കടന്നു പോകുന്നതിനനുസരിച്ച് അത് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്രകാരം തന്നെ നമുക്ക് ബൈബിൾ പരിശോധിക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്തിലത്രേ ജീവിക്കുന്നത്. അതായത് നാം ഇവിടെ നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് ഒരു വ്യക്തി ഒരു പഴയ അവസ്ഥയിലായിരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതിൽ നിന്നുള്ള ഒരു മാറ്റം അവനൊരു പുതിയ വ്യക്തിയായിട്ട് മാറുമ്പോൾ അവന്റെ ജീവിതത്തിൽ കടന്നു വരുന്നതായിട്ട് നമുക്ക് ബൈബിൾ പരിശോധിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് പ്രകാരം പറയുന്നത്, ഒരു ക്രിസ്തുവിൽ ആയിക്കഴിഞ്ഞാൽ അവനൊരു പുതിയ സൃഷ്ടിയായി മാറുന്നു. അത്തരത്തിലൊരു പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ അവന്റെ ജീവിതത്തില് നിരവധി കാര്യങ്ങൾ ആ പഴയ ഒരു അവസ്ഥയിൽ നിന്ന് പുതിയൊരു അവസ്ഥയിലേക്ക്, പുതിയ മാറ്റത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്രകാരം ഒരു പുതിയ അവസ്ഥ നമ്മളിൽ വരുന്നത് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ആകുമ്പോഴാണ്. ക്രിസ്തു നമ്മൾ വസിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, അതിനനുസരിച്ച് നാം പ്രവർത്തിക്കുമ്പോഴാണ് ദൈവം നമ്മൾ വസിക്കുന്നു എന്ന് നമുക്കും അതുപോലെ തന്നെ നമുക്ക് ചുറ്റുപാടുമുള്ള നിരവധി വ്യക്തികൾക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നാം നോക്കുമ്പോൾ ഒരിക്കലും യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതികൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നാം മുന്നുള്ള സമയങ്ങളിലെല്ലാം ചിന്തിച്ച പ്രകാരം നാമും ദൈവവുമായിട്ടൊരു ആശയവിനിമയം ദൈവം തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു. അത്തരത്തിൽ നാം ദൈവത്തോട് നിരന്തരമായിട്ട് ആശയവിനിമയം നടത്തുമ്പോൾ, നമ്മളുടെ കാര്യങ്ങൾ നാം ദൈവത്തിനോട് പറയുമ്പോൾ ദൈവം അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അനേകമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നമുക്ക് വരുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലനായിട്ടുള്ള പൗലോസ് റോമർക്ക് എഴുതിയ പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞത്: ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. അതായത് ഇപ്പോൾ നാം ജീവിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നമുക്ക് രൂപാന്തരത്തിന്റെ ആയിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ തെറ്റുകൾ അല്ലെങ്കിൽ പാപം നന്നായിട്ടുള്ള ആ ഒരു ജീവിതത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു പുതിയ സൃഷ്ടിയിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു അവസ്ഥയിലേക്ക് നാം കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്രകാരം നാം കടന്നു പോകുന്നതിന് ഏറ്റവും നല്ല ഒരു മാർഗമാണ് ദൈവവചനം ധ്യാനിക്കുക എന്ന് പറയുന്നത്. അതായത് നാം നിരന്തരമായിട്ട് ദൈവത്തിന്റെ വചനം ധ്യാനിച്ച് ദൈവത്തിന്റെ വചനങ്ങൾ പ്രമാണിച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നാം കണ്ടതുപോലത്തെ ഒരു മാറ്റം, ഒരു പുതിയ ഒരു സൃഷ്ടിപ്പിൻ്റെതായിട്ടുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നാം ഓരോരുത്തരും ജീവിക്കുന്ന ഈ ഒരു ലോകത്ത്, ഈ പാപം നിന്നായിട്ടുള്ള ലോകത്ത് ജീവിക്കുന്ന പാപികളായിട്ടുള്ള നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പഴയ മനുഷ്യന്റെ അവസ്ഥയാണെങ്കിൽ ഇന്നു മുതൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക: ദൈവമേ എന്നിലുള്ള ആ പഴയ മനുഷ്യനെ അല്ലെങ്കിൽ ആ പഴയ ഒരു അവസ്ഥയെ മാറ്റി പുതിയൊരു സൃഷ്ടിയാക്കി എന്നെ മാറ്റണമേ. അപ്രകാരം ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന അത്ഭുത പ്രവർത്തികൾ എന്നിൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് നാം ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിന് നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ കേട്ട നല്ല വചനങ്ങൾക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കേട്ട പ്രകാരം ഞങ്ങളുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ ഉള്ളിലുള്ള
പഴയൊരു അവസ്ഥ അല്ലെങ്കിൽ ആ പഴയൊരു മനുഷ്യനെ മാറ്റിക്കൊണ്ട് പുതിയൊരു സൃഷ്ടിയെ, പുതിയൊരു അവസ്ഥയെ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങളിൽ വെളിപ്പെടുവാനായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം അവിടെ ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ ഓരോരുത്തരിലും പുതിയൊരു ആത്മാവിനെ സൃഷ്ടിച്ചുകൊണ്ട് പുതിയൊരു മനുഷ്യനായിട്ട് ജീവിക്കുവാനായിട്ട്, ദൈവസ്നേഹം മറ്റുള്ളവർക്ക് എത്തിക്കുന്ന വ്യക്തികളായിട്ട് തീരുവാനായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം അവിടെ ഞങ്ങളെ സഹായിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടകനായ സ്തോത്രം എല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാണ്.